എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കുന്നു, ആ വ്യക്തി നിങ്ങൾക്കായി എന്ത് തീരുമാനമാണ് എടുക്കുന്നത്, നിങ്ങളെ ആ വ്യക്തി ഓർക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ചെമ്പരത്തി പൂവിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഈ പൈൽ സ്വീകരിച്ച ഒരു റീഡിംഗാണ് പറയുന്നത്. ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കുന്നു, എന്ത് തീരുമാനമാണ് ആ വ്യക്തി എടുക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പലരും പറഞ്ഞ് എന്തിനാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത്, ഈ തീരുമാനത്തിൽ എന്താണ് കാര്യമുള്ളത്, ഈ തീരുമാനം ശരിയല്ലല്ലോ, ഈ തീരുമാനം തെറ്റായൊരു തീരുമാനമല്ല, ഈ തീരുമാനവുമായിട്ട് എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്നിത്യാദിയുള്ള കാര്യങ്ങൾ നിരവധി ആ വ്യക്തിയോട് പറയുകയുണ്ടായി. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ വേദനകളെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത, ആ വ്യക്തിക്ക് ഒട്ടും അറിയാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നില്ല ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചപ്പോൾ നിങ്ങളോട് ആളുകൾ പറഞ്ഞു അത് വേണ്ടെന്നാണ്. നിങ്ങളെ ആളുകൾ വിലക്കിയിരുന്നു. കാരണം നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു നന്മയും ഉണ്ടാകില്ലെന്ന് നിങ്ങളോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു, ആ വ്യക്തിയോടൊപ്പം അടുത്ത് ഇടപഴകി, ആ വ്യക്തിയോടൊപ്പം പെരുമാറി, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനകൾ നിങ്ങളുടെ സ്വന്തം വേദനകളായിട്ട് കണക്ക് കൂട്ടി. പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചത്? ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ വ്യക്തി അവഗണിക്കുന്നത്? നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ആ വ്യക്തി മറച്ചു വെക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി സ്വയം ഒരു അഹങ്കാരം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായി. ഞാൻ എല്ലാത്തിൽ നിന്നും വലിയ ആളാണ്, എൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് എന്നെ ഇന്ന വ്യക്തി ഇഷ്ടപ്പെട്ടത്, എനിക്കതിലും നല്ല ബന്ധങ്ങൾ ലഭിക്കും, ഞാൻ എല്ലാത്തിലും ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്നിത്യാദി ആയിട്ടുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ വന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി ഒന്നുമല്ലായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടപ്പോഴാണ് ആ വ്യക്തിക്ക് അംഗീകാരം ലഭിച്ചത്. നിങ്ങൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു പിന്തുണ പോലും ലഭിച്ചത്. പക്ഷേ ആ വ്യക്തി അതൊന്നും മനസ്സിലാക്കാനോ ആ വ്യക്തി അതൊന്നും കണ്ടറിഞ്ഞ് പെരുമാറാനോ തയ്യാറായില്ല. ആ വ്യക്തി യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് ചില ആളുകളുടെ വാക്കുകളാണ്, ആരാണ് തനിക്ക് നന്മ ചെയ്തത്, ആരാണ് തന്നെ ദ്രോഹിച്ചതെന്ന് കൃത്യമായിട്ടറിയില്ല. പക്ഷേ ആ വ്യക്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ടുടൻ വരും. എല്ലാ തലത്തിൽ നിന്നും 4 തലങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് സമ്മർദ്ദം ഉണ്ടാവും. നിങ്ങളുടെ വില ആ വ്യക്തി അറിയും. നിങ്ങളുടെ വില ആ വ്യക്തി അറിയുന്നൊരു നിമിഷത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് ഓടിക്കരച്ച് വരും. ഇതുവരെ വിളിക്കാത്ത, ഇതുവരെ കാണാത്ത ആ വ്യക്തിയുടെ ഒരു കോള് നിങ്ങൾക്ക് വരും. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി യാചിക്കുന്നൊരവസരം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ്. അത് ഇപ്പോഴും മനസ്സിൽ അറിയാം. രണ്ടാമത്തെ പൈലിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ പൈലിലെ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അളവ് നിലവിൽ വളരെ കുറവാണ്. സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ളിൽ തട്ടിയുള്ളൊരു ഇഷ്ടം ആ വ്യക്തി കാണിക്കുന്നില്ല. എന്നെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ അതുപോലെയുള്ള ഇഷ്ടം ഉണ്ടായിരുന്നോ ഇല്ലതിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ആഴത്തിലല്ലാത്തൊരു ബന്ധമായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ആഴത്തിൽ സ്നേഹിച്ചു, പക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് ആഴത്തിലല്ലായിരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒട്ടും ആത്മാർത്ഥത ആ വ്യക്തി പ്രകടിപ്പിച്ചില്ല. എന്തുകൊണ്ട് ആ വ്യക്തി ആത്മാർത്ഥത പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് അത് ആ വ്യക്തിയുടെ ഒരു നന്ദികേടായിട്ട് നമുക്ക് പറയേണ്ടി വരും. ആ വ്യക്തി അങ്ങനെ ഒരു നന്ദികേട് കാണിച്ചു എന്നുള്ളത് സത്യമാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ നന്ദികേട് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലെ നന്ദികേട് ആ വ്യക്തി നിങ്ങളോട് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കാൻ കഴിയുന്നില്ല?
ആ വ്യക്തി ആരോടും ഇതുവരെ ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരേണ്ടി വരും. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ, ഉള്ളിൽ ചിലപ്പോൾ സ്നേഹം ഉണ്ടാകും, പക്ഷെ എപ്പോഴും ആ വ്യക്തിയുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ, സ്വാർത്ഥത ആയിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ആത്മാർത്ഥമായൊരു ഇഷ്ടത്തെ ഉൾക്കൊള്ളാൻ ആ വ്യക്തി ഇതുവരെ തയ്യാറായിട്ടില്ല. നിങ്ങൾ എത്രയെത്ര സ്നേഹിച്ചാലും, നിങ്ങൾ എത്രയെത്ര ഇഷ്ടപ്പെട്ടാലും ആ വ്യക്തി അതൊന്നും നോക്കുന്നില്ല. ആ വ്യക്തിക്ക് ആത്മാർത്ഥത ഇല്ലാത്ത സമീപനങ്ങളാണ് കൂടുതലിഷ്ടം. ആ വ്യക്തിക്ക് മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇത് ആ വ്യക്തിയെ മറ്റാൾക്കാർ ആരെങ്കിലും ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ടല്ല, സ്വയം തന്നെ ആ വ്യക്തി ആത്മാർത്ഥത പുറത്തെടുക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ആ വ്യക്തിക്ക് ഇതുവരെ നിങ്ങളെ മനസ്സിലായിട്ടില്ല. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളെ അറിയാമെന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ വെറും പുറംപോച്ചിലുള്ള സംസാരം മാത്രമാണ്. നിങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ഇതുവരെ കൃത്യമായി മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു സാഹചര്യം വരും, നിങ്ങൾക്ക് മുമ്പിലും ആ വ്യക്തിക്ക് മുമ്പിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും ആ പ്രതിസന്ധിയിൽ നിന്നും ആ വ്യക്തിയെ നിങ്ങൾ രക്ഷിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ നിങ്ങളാൽ രക്ഷ നേടുന്ന ആ വ്യക്തി അന്നറിയും നിങ്ങളുടെ മൂല്യം. അന്ന് ആ വ്യക്തി അറിയും നിങ്ങളുടെ കൃത്യമായ മൂല്യം. ആ മൂല്യം അറിഞ്ഞ് ആ വ്യക്തി മുന്നോട്ട് പോകും. ആ മൂല്യത്തിൽ നിന്നും ഒരിക്കലും ആ വ്യക്തിക്ക് പിന്മാറാൻ കഴിയില്ല. ആ മൂല്യം അറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി തല താഴ്ത്തി നിങ്ങളുടെ അടുത്ത് വരും. ഇതുവരെ സ്നേഹിക്കാത്തതിൻ്റെ, ഇതുവരെ വെറുതെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി സ്നേഹിച്ചതിൻ്റെ കുറ്റബോധത്തോടു കൂടിയായിരിക്കും ആ വ്യക്തി വരുന്നത്. മറ്റാരും ആ വ്യക്തിയെ സംരക്ഷിക്കാനുണ്ടാകില്ല. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യമാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ പിന്തിരിപ്പിച്ചത്. ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു കുടുംബം, ആരോടും ഇഷ്ടമില്ലാത്തൊരു കുടുംബം, അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയത് ആ വ്യക്തിയുടെ ഒരു തെറ്റ് തന്നെയാണ്. കാണുമ്പോൾ എല്ലാം ഭദ്രമാണെന്ന് നമുക്കും മറ്റുള്ളവർക്കും തോന്നും, പക്ഷെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല. നിങ്ങളങ്ങനെയല്ലായിരുന്നു. നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ജീവിത സാഹചര്യവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ളത്. നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും, ജീവൻ പോയാലും എല്ലാം നഷ്ടപ്പെട്ടാലും താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് വിട്ടൊരു പ്രവൃത്തിയോ അത് വിട്ടൊരു കാര്യമോ നിങ്ങൾക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥത അത്രത്തോളം ഉണ്ട്. ആ ആത്മാർത്ഥത വിട്ടുകളഞ്ഞുകൊണ്ട്, ആ ആത്മാർത്ഥത തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരിടത്തും പോകാൻ കഴിയില്ല. നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടിയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.